ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്ന പല ആളുകളും ചോദിച്ചിട്ടുള്ള 1-2 സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മൾ ചേർത്തിണക്കിയിട്ട് ഈ ഒരു 3-4 കാറ്റഗറി ആയിട്ട് തിരിച്ചു വെക്കണം. ഒന്നാമത്തത്, ചിലർ പറയുന്നത് ചേട്ടാ എനിക്ക് ഇംഗ്ലീഷ് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എനിക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അതിന് വേണമെങ്കിൽ ഒരു ലിസണിങ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ സാധിക്കും. രണ്ടാമത്, ചിലർ പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് മാറ്റും. മൂന്നാമത്തെ ഒരു ആൾക്കാർ പറയുന്നുണ്ട് ചേട്ടൻ എനിക്ക് ഇംഗ്ലീഷ് എഴുതണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു കമന്റ് എഴുതണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് എഴുതണമെന്നുണ്ട്, എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെങ്കിൽ പലരോടുള്ള സംശയമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ എന്നല്ല, ഇപ്പോൾ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിൻ്റെ ആയാലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ചേർക്കാമെന്ന് തോന്നിക്കഴിഞ്ഞ 1-2 പോയിന്റുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടോ. പക്ഷേ നിങ്ങളിലൊരു 90% ആളുകളും കമൻറ്റ് രേഖപ്പെടുത്തുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനൊരു കമന്റ് ഇപ്പോൾ ഈ വീഡിയോന് താഴെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാമർ ശരിയായില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കാര്യം അദ്ദേഹത്തിന് എക്സാക്റ്റ് അതേപോലെ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ സെന്റൻസ് സ്ട്രക്ചർ മാറിപ്പോയാലോ, എല്ലാ ആളുകളും എന്നെ കളിയാക്കാൻ തുടങ്ങില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കളിയാക്കി കഴിഞ്ഞാൽ മോശമാവില്ലേ എന്നൊക്കെ നിങ്ങളിൽ പല ആളുകളും ചിന്തിച്ചിട്ട് നമ്മൾ കമന്റ് ഇടുക. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ഇന്നത്തെ ആദ്യത്തെ റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ഈ വീഡിയോനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ, മലയാളത്തിൽ വേണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ, അത് പൊട്ടത്തെറ്റായിക്കോട്ടെ, മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോന് താഴെ രേഖപ്പെടുത്തണം. അതിന് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് കേട്ടോ. വെറുതെ നാട്ടിലെ വിശേഷം വീട്ടിലെ വിശേഷം ഒന്നും ചോദിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ കുറച്ച് സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്ത് തെറ്റ് ആയാൽ പോലും ഞാനത് വായിക്കുന്നതായിരിക്കും, വായിച്ചിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇട്ട കമന്റിൽ വേറൊരു വ്യക്തി വന്നിട്ട് നിങ്ങൾ ഒരിക്കലും കളിയാക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ വരുന്ന കമന്റുകളായതുകൊണ്ട് ആരെങ്കിലും മറ്റൊരാളുടെ കമന്റിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ കമന്റിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം എനിക്കുള്ളത് കൊണ്ട് അങ്ങനെ ആരും കളിയാക്കുമെന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതാണ് ഒരു സംഭവം ഉള്ളത്. നിങ്ങൾ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. ഇതെനിക്ക് കമന്റ് കിട്ടിയിട്ട് ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു അപകർഷതാ ബോധമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അതായത് 3 ഉള്ളത്. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ ലിസണിങ് എന്ന ഒരു കാറ്റഗറിയിൽ പറഞ്ഞു. ആക്ച്വലി നമ്മൾ എൻ്റെ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ഈ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്കായിട്ടുള്ള ഒരു വീഡിയോ നിൽക്കുന്നത് എങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ കേൾക്കുന്ന ഒരു പ്രോസസ്സും എന്നാൽ നമ്മൾ കേൾക്കേണ്ട രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സാധാരണഗതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും സംഭവിക്കുന്ന ഒരു സംഭവമാണത്. അതായത് ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ സംസാരിക്കുന്നത് പൂർണ്ണമായും കേൾക്കുന്നതിന് പകരം അത് ഏകദേശം നമ്മളൊരു 50% കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അയാൾ പറയുന്നതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞതുപോലെ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ മുഴുവൻ അയാളോട് എങ്ങനെ മറുപടി പറയാം, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തിന് തിരിച്ചെന്ത് ചോദ്യങ്ങൾ ചോദിക്കാം എന്നൊക്കെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എ എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കുന്നതിന് പകരം ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ അപ്പോഴും ഇതിനുള്ള മറുപടി എങ്ങനെ പറയാന്നുള്ള ഇങ്ങനെ കാര്യമായി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും, കേൾക്കുകയും അതിനുള്ള മറുപടി പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന 2 കാര്യങ്ങൾ ഒരേ സമയം നമ്മുടെ ബ്രെയിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബ്രെയിൻ എന്ത് ചെയ്യും? അയാൾ പറയുന്നതൊന്നും കേൾക്കൂല. ചെവി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ ഈ ആൾ പറയുന്നതിനകത്തുള്ള ഒറ്റ പോയിന്റ് പോലും നമ്മുടെ ബ്രെയിനിൽ കയറൂല, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവൂല. അപ്പോൾ അത് നമ്മൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ള ആളുകൾ പറയുന്ന സമയത്ത്
നമുക്ക് അതിന് മനസ്സിലാവാത്തതും അവരുദ്ദേശിക്കുന്ന എക്സാക്റ്റ് മറുപടി നമുക്ക് പറയാൻ സാധിക്കാത്തതും. ഇനി എങ്ങനെ കേൾക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരെന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർ പറയുന്നതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അതിനുള്ള മറുപടി എന്തെന്നുള്ളത് അത് കേട്ടതിന് ശേഷം നമ്മൾക്ക് മറുപടി ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് തന്നെ മറുപടി പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന, നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്ന 1-2 സംഭവങ്ങളുണ്ട്. I'm not really sure about this topic, അല്ലെങ്കിൽ I'm not fluent, അല്ലെങ്കിൽ എന്താ പറയുക, I'm not an expert in this particular topic എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് അല്ല, ഈ ഒരു കാര്യത്തിൽ വേണ്ടത്ര വിവരം എനിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണതിൽ യാതൊരു കുറവില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയാൻ മടിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണത്, അയാൾ പറഞ്ഞു തീരുമ്പോഴേക്കും എനിക്ക് അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാൾ സംസാരിക്കുന്നതൊന്നും കേൾക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്ന രീതി നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയും നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ പറയുന്ന സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനെ നമ്മൾ ജസ്റ്റ് ലിസൺ എന്ന് പറയും. ജസ്റ്റ് ലിസൺ. ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളും നമുക്ക് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആ നേരത്തെ നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് വേണ്ടി ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ലിസൺ, അവരെന്താണ് പറയുന്നത് എന്നുള്ള കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മൊത്തത്തിലൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇനി എങ്ങനെ കേട്ട് പഠിക്കാം അല്ലെങ്കിൽ ഈ കേൾവി ശക്തി കൂട്ടാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ്, ഒന്ന് സിനിമ കാണാമെന്ന് പറയുന്നുണ്ട്. ഇനി വളരെ ബിഗിനിങ് ലെവലിലാണ് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കാണുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയും ഹലോ ഹൗ ആർ യു ചോദിക്കുമ്പോൾ ഈ ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മാച്ച് ആവുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ അവർ ആ കാർട്ടൂണിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് മറുപടിയായിട്ട് അപ്പുറത്തുനിന്നോട് പറഞ്ഞു ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയുമ്പോഴും അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ഡയലോഗ് കേൾക്കുമ്പോഴും ആ ഡയലോഗിന് മാച്ച് ആയിട്ടുള്ള ഒരു പിക്ചർ അതിനകത്ത് ഈ കാർട്ടൂണിൽ കാണിക്കുന്നുണ്ടാവുമ്പോൾ നമുക്ക് എന്താവും പെട്ടെന്ന് പിക്ചർ പ്ലസ് ഓഡിയോ പ്ലസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഇൻപുട്ടും കൂടി നമുക്ക് ഒരുമിച്ച് മാച്ചായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് അത് കയറും, നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു മോണോ ഡയലോഗ് പോലെയോ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചേഴ്സോ കാര്യങ്ങളൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കാർട്ടൂണിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തമ്മിൽ ഒരു പരസ്പര കണക്ഷൻ ഉണ്ടാവും, ഒന്നിനൊന്ന് സപ്പോർട്ട് ചെയ്ത രീതിയിലാവും വരുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു ലെറ്ററോ മെസ്സേജോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇനി ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കാനുള്ള അടുത്ത കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ഏത് ഇംഗ്ലീഷ് സിനിമ ആയാൽ പോലും സബ് ടൈറ്റിൽ ഇല്ലാതെ മാത്രം കണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും സബ് ടൈറ്റിൽ ഇല്ലാതെ കണ്ട് എന്തെങ്കിലും മനസ്സിലാവോ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ തുടക്കത്തിലൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ കണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ലിസണിങ് സ്കില്ല് കൂടുകയും നമുക്ക് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഇംഗ്ലീഷ് സിനിമ എത്ര പ്രാവശ്യം കാണാം, എത്ര പ്രാവശ്യം വേണേ കാണാം. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സിനിമ മുഴുവൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യമൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് പോർഷനിൽ അല്ലെങ്കിൽ ആ ഒരു 3 മിനിറ്റ് പോർഷനിൽ എക്സാക്റ്റ് അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ കയറുകയും ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ കാർട്ടൂൺ കാണാം അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സിനിമകൾ കാണാം. ഈ 2 സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിസണിങ് സ്കില്ല് എന്ന് പറയുന്ന ഒരു സംഭവം കുറേശ്ശെ ഇമ്പ്രൂവ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ലിസണിങ് സ്കില്ല് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. അപ്പോൾ ഈ ഗെയിം ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കളിക്കാം. ഒന്നിൽ കൂടുതൽ കുറേ പേരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും പഠിക്കുക അല്ലെങ്കിൽ അവർക്കും ഈ ഗെയിം വേറൊരു രീതിയിൽ കളിക്കാം. എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾക്ക് ഒറ്റയ്ക്ക് ഈ ആളുകൾക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഈ ഗെയിം കളിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളിത് ചെയ്യേണ്ടത്ര മാത്രമേ നമ്മുടെ ഫോൺ എടുക്കുക, നമ്മൾ ഫോണെടുത്ത് കൈ പിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മാഗസിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, എന്തും ആയിക്കോട്ടെ. ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ വോയിസ് റെക്കോർഡിംഗ് ഓൺ ആക്കുക അല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കുക, എന്ത് വേണം ചെയ്യാം, ഓഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുന്നു. ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ചു. ആ പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. ഇത് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഗെയിമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പാരഗ്രാഫ് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ ഒരു വാക്ക് സെലക്ട് ചെയ്യുക, ഒരൊറ്റ വാക്ക്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ആം അല്ലെങ്കിൽ ദ അല്ലെങ്കിൽ ദർ
ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരൊറ്റ വാക്ക് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ ആം എന്ന് പറഞ്ഞൊരു വാക്കാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേരത്തെ നമ്മൾ വായിച്ചത് റെക്കോർഡ് ചെയ്ത സംഭവം നമ്മൾ പ്ലേ ചെയ്യുന്നു. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൽ വായിച്ചത് മുഴുവൻ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ചതിൽ നിന്ന് എത്ര പ്രാവശ്യം ഐ ആം എന്ന് പറയുന്ന വാക്ക് ആ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചപ്പോൾ വായിച്ചു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങളത് കേട്ടു എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഐ ആം അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നൊക്കെ വേണ്ടി നിങ്ങൾ 4 പ്രാവശ്യം ഒന്ന് എഴുതി. 4 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്ലേ ചെയ്തത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വായിച്ച ആ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾ പെൻസിലുകൊണ്ടോ ആ പേന മാർക്ക് ചെയ്ത് നോക്കുക. എത്ര പ്രാവശ്യം നിങ്ങൾ സെലക്ട് ചെയ്ത ആ വാക്ക് എത്ര പ്രാവശ്യം ആ പാരഗ്രാഫിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക 4 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 5 6 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസണിങ് സ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടതാണ്. അല്ല 4 എന്നുകൊണ്ട് 4 തന്നെയാണെന്നുണ്ടെങ്കിൽ യെസ് നമ്മൾ ഓൺ ദ വേ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക റൈറ്റ് ട്രാക്കിലാണ്, നമ്മൾ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയാണ് ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് പ്ലേ ആക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ കേൾക്കാൻ പോവാണ്. അതിനകത്ത് നിന്ന് ഈ ഐ ആം അല്ലെങ്കിൽ ഹിയർ ദർ എന്നുള്ള ഒരു വാക്ക് മാത്രമായിട്ട് പഠിക്കേണ്ടതെന്ന് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ബ്രെയിനിന് കൊടുത്തു. അപ്പോൾ നമ്മൾ വെറുതെ കേൾക്കുന്നതിന് പകരം ബ്രെയിൻ ഇങ്ങനെ നമ്മൾ മറ്റേ ബാർകോഡ് റീഡറൊക്കെ വരുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ റഡാർ ഓൺ ആക്കി ഇരിക്കുന്നുണ്ടാവും. അതായത് പാരഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ട്, വന്നു ദാ എന്നുള്ള വാക്ക് ഒരു വട്ടം വന്നിട്ടാ, അല്ലെങ്കിൽ ഐ ആം എന്നുള്ള വാക്ക് ഒരു വട്ടം വന്നിട്ടാന്ന് ബ്രെയിൻ നമുക്ക് സ്ട്രൈക്ക് ആക്കും. അപ്പം അങ്ങനെ സ്ട്രൈക്കാക്കി നമ്മുടെ ബ്രെയിനിൻ്റെ ലിസണിങ് കപ്പാസിറ്റി, ഏതെങ്കിലും ഒരു വാക്കുകൾ കേട്ടാൽ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ കേട്ടാൽ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് നാളെ ഒരു ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെയിൻ പിടിച്ചാൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് വന്നിട്ടുണ്ടാകുന്ന കേട്ടോ ശ്രദ്ധിച്ചോ എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതൊരു മെത്തേഡായിട്ടില്ലേ. പിന്നെ 1-2 പേര് പറഞ്ഞ സംഭവമാണ്, ചേട്ടാ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീന്തൽ എങ്ങനെ പഠിക്കാം? വലത്തെ കൈ ഇന്ന ആംഗിളിൽ തിരിക്കുക, ഇടത്തെ കൈ ഇന്ന ആംഗിളിൽ തിരിക്കുക, കാല് രണ്ടും ഇന്ന ആംഗിളിൽ മുകളിലോട്ടും താഴോട്ടും പ്രവർത്തിപ്പിക്കുക, തല മുകളിലേക്കും സൈഡിലേക്കും ചരിച്ച് ശ്വാസം വലിച്ചു വിടുക എന്നൊക്കെ നമ്മൾ ഒരു പേപ്പറിൽ 1000 പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് നമ്മൾ നാളെ വെള്ളത്തിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നീന്താൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാരണമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കാത്തത് കാരണം നമുക്ക് ഒരിക്കലും നീന്താൻ പറ്റില്ല, അല്ലേ? നമ്മൾക്ക് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുക എന്നുള്ളത്. എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇനി അതിന് എന്താ പറയുക, നമ്മൾ ഫോണിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓരോ വാക്കിൻ്റെ ഉച്ചാരണം മാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അത് എക്സാക്ട്ലി നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമാണ് നമുക്കൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റൊക്കെ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ബൈ എക്സ്പീരിയൻസ് നമുക്കൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു ഏകദേശ രൂപമൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക കുറേശ്ശെ പഠിച്ച് നമ്മൾ തന്നെ റെഡി ആയിക്കോളും. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള വലിയൊരു ഫാക്ടർ. നിങ്ങൾ പറയാൻ പോകുന്ന മണ്ടത്തരായിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോൻ്റെ താഴെ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ് ഇടുക. എന്താ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് വീഡിയോ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ നേരെ മറിച്ചിട്ട് അതിനൊരു നിങ്ങളൊരു അർത്ഥവത്തായ ഒരു ചോദ്യം ചോദിച്ചു, ഒരു സംശയം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മിക്ക ആളുകളിൽ നിന്നും റിപ്ലൈ കിട്ടാനും അതിന് ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു കോൺവെർസേഷൻ പോലെ വരികയും നിങ്ങൾക്കും അത് ഇമ്പ്രൂവ് ആവാനും സഹായകരമായിട്ട് ഉള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ വാല്യൂ ആഡഡ് കമൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് വായിക്കുന്ന ആളുകൾക്കും തോന്നണം യെസ് ഇവർ ചോദിച്ചത് ഒരു ജെന്യൂൻ ആയിട്ടൊരു സംശയമാണ്, അല്ലെങ്കിൽ ഇവർ ചോദിച്ചത് കറക്റ്റായിട്ടൊരു കാര്യമാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന പേടിയുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ഒരുപാട് എന്താ പറയുക ചൈനീസ് ആളുകൾ, കൊറിയൻ ആളുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അവർ അത്തരത്തിലുള്ള ചില ആളുകൾ പലപ്പോഴും വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കണം, നമ്മൾ ചോദിക്കും ഡു യു ഹാവ്, നിങ്ങളുടെ ഉണ്ടോ, യു ഹാവ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹാവ് നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടോ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പൊതുവെ എന്താ പറയുക, യെസ് ഐ ഹാവ്, എൻ്റെ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ്, എൻ്റെ ഇല്ല എന്ന് പറയും. നമ്മൾ ഡോണ്ട് ഹാവ് എന്നാണ് പറയുക, ഇല്ല എന്നുള്ളത്. ഇപ്പോൾ പൊതുവെ ഈ ചൈനീസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇവർ ആളുകളൊക്കെ വന്നിട്ട് കടയിൽ വന്നിട്ട് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഒരു സാധനം ചോദിക്കുമ്പോൾ യു ഹാവ് ഒരു ഐറ്റം കാണിച്ചിട്ട് അവർ ചോദിക്കട്ടോ യു ഹാവ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവർ പറയും നോ ഹാവ് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലേ എന്നാണ് ചോദ്യം. നമ്മൾ ഡോണ്ട് ഹാവ് എന്ന് ചോദിക്കുന്നതിന് അവർ വളരെ ആധികാരികമായിട്ട് ചോദിക്കുന്ന പ്രയോഗമാണ് നോ ഹാവ്. യു നോ ഹാവ്, അതായത് നിങ്ങളുടെ ഇതില്ലേ. യു ഹാവ്, യെസ് ഐ ഹാവ്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അവരോട് പറയും നോ ഹാവ്.
അപ്പം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനുള്ള മാർഗ്ഗമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം മറ്റൊരാളോട് പറയാനും വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സമയത്തോ കമൻറ്റ് ചെയ്യുന്ന സമയത്തോ തെറ്റുകളോ കുറ്റങ്ങളോ വന്നാൽ പോലും അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ച് പതിയെ നമ്മളിങ്ങനെ മുകളിലോട്ട് പോകും. നമ്മൾ പറയില്ല ഒരു കോണിപ്പടിയുടെ ഫോട്ടോ ഞാൻ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടാട്ടോ. അതായത് അടുത്തടുത്ത് പടികളുള്ള ഒരു കോണിപ്പടിയും വളരെ അകലെ പടികളുള്ള ഒരു കോണിപ്പടിയും. നമ്മളിൽ ഭൂരിഭാഗം പേരും പലർക്കും ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്ന ഈ അകലെയുള്ള പടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പടി കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി വയ്ക്കുമ്പോഴേക്കും നമ്മൾ കുറേ ദൂരം കവർ ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതായത് അത്യാവശ്യം ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ച് അത്യാവശ്യം കാണൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ടൈപ്പ് ചെയ്യാം, അതിന് ശേഷം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാം. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഒരു കാര്യം പഠിച്ച് ആ കാര്യം ഞാൻ പറഞ്ഞു നോക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം പഠിച്ച് ഞാനത് ചെയ്ത് നോക്കട്ടെ, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കട്ടെ, ഞാനത് സംസാരിച്ച് നോക്കട്ടെ. തെറ്റുകൾ വന്നിട്ട് നമ്മളെന്താ പറയുക, ഒരു മില്യൺസ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ടാകട്ടെ. പക്ഷെ ഓരോ മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചെടുത്തിട്ട് ആ പാഠങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിന്നെയും ആ മിസ്റ്റേക്ക് വരുത്താത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, പഠിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു സ്പീക്കിംഗ് ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ഏതെങ്കിലും ട്രിക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ. ഇവിടെ ഏതെങ്കിലും വീഡിയോകളൊക്കെ വരുന്നുണ്ടാവും, കണ്ടു നോക്കുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.